ഒന്നും ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുന്നിൽ. ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ ഞാൻ ചെയ്തിടുന്നതു നീ അറിഞ്ഞിടായെങ്കിലും നിന്നരികിൽ വരുവാൻ ഞാൻ താമസിക്കിലും. ഒന്നും ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുന്നിൽ. ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും രാത്രികാല വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമ്മെ പരിപാലിച്ചുവല്ലോ, ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് രാത്രിയിൽ നാം വിശ്രമിക്കുന്നതിന് മുൻപായി ദൈവവചനത്തിൽ നിന്ന് അല്പമായി ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ നമുക്കേറെ സുപരിചിതമായ 121 സങ്കീർത്തനം 5 വാക്യം ഇങ്ങനെ വായിക്കാം: യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. ഈ 121 സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യം മുതൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ കരുതലും കാവലും നമ്മെ സഹായിക്കുന്ന വിധങ്ങളും ഒക്കെ വളരെ സവിസ്തരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോ വാക്യങ്ങളും നമ്മെ സന്തോഷിപ്പിക്കുന്നതാണ്, ധൈര്യപ്പെടുത്തുന്നതാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. വലിയവനായ ദൈവം നമുക്ക് നൽകുന്ന സഹായം എത്രയോ വിലയേറിയതാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നാണ് തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്. ആ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്, നമ്മെ തനിയെ വിടുന്നവനല്ല. ആ ദൈവം നമ്മെ ഓരോ നിമിഷവും കരുതുന്നു, നമ്മെ കാവൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിച്ചത്, ദ ലോർഡ് ഈസ് യുവർ കീപ്പർ, ദ ലോർഡ് ഈസ് യുവർ ഷെയ്ഡ് അറ്റ് യുവർ റൈറ്റ് ഹാൻഡ്. യഹോവ നിന്റെ പരിപാലകൻ. എത്രയോ അർത്ഥവത്തായ ഒരു കാര്യമാണിത്. നമ്മെ പരിപാലിക്കുന്നത് വലിയവനായ ദൈവമാണ്. ദൈവത്തിൻ്റെ പരിപാലനത്തിന് കീഴിലാണ് നാം ഇന്ന് രാത്രിയിൽ വിശ്രമിക്കാനായിട്ട് തുടങ്ങുന്നത്. നമുക്കറിയാം, ഉന്നതരായ ആളുകൾക്ക് ഗവൺമെൻറ് സുരക്ഷ നൽകാറുണ്ട്. വിവിധ കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് അവർക്ക് നൽകുന്നത്. അവരുടെ സ്ഥാനത്തിനനുസരണമായി വിവിധ കാറ്റഗറിയിലുള്ള സുരക്ഷ അവർക്ക് ഉറപ്പാക്കാറുണ്ട്. ആ സുരക്ഷാ വലയം ഭേദിച്ച് അതിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ആർക്കും അനുവാദമില്ല. തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലെല്ലാം ഈ നിലയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണുവാൻ നമുക്ക് സാധിക്കും. ഒരു എയർപോർട്ടിലേക്ക് ചെല്ലുക, അവിടെ അതിൻ്റെ സുരക്ഷയൊരുക്കുന്ന, തോക്കുമായി നിലകൊള്ളുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ അവിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. എറണാകുളത്തുള്ള സദേൺ നേവൽ കമാൻഡ് ഓഫീസിൻ്റെ മുൻപിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള സൈനിക ഓഫീസുകളുടെ മുൻപിലോ ഒക്കെ എല്ലാ സമയത്തും തോക്കുമായി നിലകൊള്ളുന്ന ജവാന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരൊക്കെ സുരക്ഷയൊരുക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അവരുടെ കണ്ണിൽപ്പെടാതെ ഈ പറയപ്പെട്ട സ്ഥലത്തേക്ക് ആർക്കും പ്രവേശിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ കൃത്യമായ സുരക്ഷ ഒരുക്കുന്ന കുറ്റമറ്റ സംവിധാനങ്ങളാണ് നമുക്കുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് പല കുറ്റവാളികളും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ തന്നെ എത്രയോ നുഴഞ്ഞുകയറ്റക്കാർ സുരക്ഷാ വലയം ഭേദിച്ച് രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ചിലർ പിടിക്കപ്പെടാം, എന്നാൽ മറ്റു ചിലർ പിടിക്കപ്പെടാതെ വലയം ഭേദിച്ച് ഉള്ളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. എന്തൊക്കെയായിരുന്നാലും മാനുഷികമായ പരിപാലനങ്ങൾക്കൊരുപാട് പരിമിതികളും പരിധികളുമുണ്ട്. എന്നാൽ ദൈവം നൽകുന്ന സുരക്ഷ എന്ന് പറയുന്നത് എത്രയോ വിലയേറിയതാണ്. അഖിലാണ്ടത്തെ നിർമ്മിച്ച വലിയവനായ ദൈവം
നമ്മുടെ പരിപാലകനാണ് എന്നെഴുതിയിരിക്കുമ്പോൾ അതെത്രമാത്രം അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇത്രമാത്രം നമ്മെ കരുതുവാനും പരിപാലിക്കുവാനും നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നമ്മളൊക്കെ എത്ര നിസ്സാരരായിട്ടുള്ളവരാണ്. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അത്രമാത്രം നിസ്സാരരായ നമ്മെ ദൈവം കാവൽ ചെയ്യുന്നു, പരിപാലിക്കുന്നു എന്ന് പറയുമ്പോൾ അതെത്രമാത്രം വലിയ ഒരു സത്യമാണ്. ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന പരിപാലനത്തിൻ്റെ മൂല്യം എത്ര വലുതാണ്. ലോകം നൽകുന്ന സുരക്ഷയേക്കാൾ എത്രയോ ഉന്നതമായ സുരക്ഷയാണ് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ വലിയവനായ ദൈവം തൻ്റെ മക്കൾക്കൊരുക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ പദവി എന്ന് പറയുന്നത് എത്രമാത്രം വലിയ ഒരു പദവിയാണ് പ്രിയമുള്ളവരെ. നാം ദൈവമക്കളായതുകൊണ്ട് ദൈവം നമ്മെ പരിപാലിക്കുന്നു, തൻ്റെ മക്കളെ അവിടുന്ന് പരിപാലിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം വിശ്രമിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെയും ധൈര്യത്തോടെയും കിടക്കയിലേക്ക് പോകുവാൻ സാധിക്കും. കാരണം ദൈവവചനം നമ്മോട് പറയുകയാണ്, ദ ലോർഡ് ഈസ് യുവർ കീപ്പർ. യഹോവ നിന്റെ പരിപാലകൻ. 4-ാം വാക്യത്തിൽ അല്പം കൂടെ വ്യക്തമാക്കി സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: Behold, he who keeps Israel shall neither slumber nor sleep. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നാം ഉറങ്ങുന്നതായ സമയത്ത് മനുഷ്യരെ പോലെ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യാതെ നമ്മെ കാവൽ ചെയ്യുന്ന, നമ്മെ പരിപാലിക്കുന്ന കരങ്ങളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് കിടക്കയിലേക്ക് പോകുവാൻ സാധിക്കും. നമ്മെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ സ്വർഗീയമായ പരിപാലനം അനുഭവിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിശ്രമിക്കുവാൻ നമുക്ക് ഇടയാകുന്നു. നാം എത്ര ഭാഗ്യമുള്ളവരാണ് പ്രിയമുള്ളവരെ. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതുകൊണ്ട്, അങ്ങനെ ദൈവമക്കളായി തീർന്നതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യ പദവി എത്രയോ വലിയ ഒരു ഭാഗ്യ പദവിയാണ്. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ സ്വർഗീയ ദൂതന്മാരെ നമ്മുടെ സേവകാത്മാക്കളാക്കി നിർത്തി നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് അതാത് സമയങ്ങളിൽ നൽകി തന്ന് നമ്മുടെ കാലുകൾ വഴുതാതെ നമ്മുടെ കരം പിടിച്ച് നമ്മെ വഴി നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന ആ സ്വർഗീയമായ പരിപാലനം എത്രയോ വിലയേറിയതാണ്, എത്രയോ അനുഗ്രഹകരമാണ്. നാം യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് പോലെ, ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി കാണുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ, വലിയവനായ ദൈവം, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ അത്യുന്നതനായ ദൈവം തൻ്റെ മക്കളായ നമ്മെ ഏറ്റവും വിലയേറിയവരായും മാന്യരായും കാണുന്നു. അതിനനുസരണമായി നമ്മെ പരിപാലിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, ദ ലോർഡ് ഈസ് യുവർ കീപ്പർ. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. അതുകൊണ്ട് ധൈര്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്ന് രാത്രിയിൽ ഭയമില്ലാതെ വിശ്രമിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് സന്തോഷത്തോടെയും ധൈര്യത്തോടെ നമുക്ക് വിശ്രമിക്കാം. നാളെ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ദൈവം നമുക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുവാനും അവിടുത്തെ നാമത്തെ ഉയർത്തുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ രാത്രി സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വായിച്ചതുപോലെ ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാതെയും ഉറങ്ങാതെയും ഞങ്ങളെ കാവൽ ചെയ്യുന്ന കരുതലിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ ലോകത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് ലോകം സമ്മാനിക്കുന്ന സുരക്ഷയേക്കാൾ ഉപരിയായി എളിയവരായ ഞങ്ങൾക്ക് ദൈവമക്കളെന്നുള്ള നിലയിൽ അവിടുന്ന് നൽകുന്ന ഏറ്റവും ഉന്നതമായ സുരക്ഷയ്ക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പരിപാലിക്കുന്ന അവിടുത്തെ കരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ അവിടുത്തെ പരിപാലനം അനുഭവിച്ചുകൊണ്ട് സുഖത്തോടെ, ക്ഷേമത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഞങ്ങൾ വിശ്രമിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് സുഖകരമായ നിദ്ര നൽകി ഞങ്ങളെ സഹായിക്കണമേ. രാത്രിയിൽ വരാവുന്ന എല്ലാവിധമായ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ ദേശത്തോട് കരുണ ചെയ്ത്
സമാധാനത്തോടെയും സന്തോഷത്തോടെയും വിശ്രമിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ ഞങ്ങളുടെ ദേശത്തെ കാവൽ ചെയ്ത് പരിപാലിക്കണമേ. അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ, ഞങ്ങൾക്ക് ആയുസ് ദീർഘമാക്കി തരുന്നുവെങ്കിൽ, നാളെ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേക്ക് നന്ദി പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകിലും എൻ വാക്കുകൾ ഒഴിഞ്ഞു പോകാ ഒരു നാളും. ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും ഞാൻ തന്നെ കൈവിടുകയില്ല. ഞാൻ ഒരിക്കലും നിന്നെ ഒന്നും ഭയപ്പെടേണ്ട. നീ വിശ്വസിക്കുന്നിൽ ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലം